You watch the game, you don't see the Busquets, but if you watch Busquets, you will see the whole game. സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് മാന്ത്രികനെ പറ്റിയിട്ട് ഒരിക്കലും ഒരു ആർട്ടിക്കിളിൽ വന്നിട്ടുള്ള വാക്കാണിത്. കളിക്കളത്തിൽ ഒരിക്കലും ബുസ്കറ്റ്സിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കൂല. ബുസ്കറ്റ്സ് കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്നെങ്കിലും ഒരു വട്ടമെങ്കിലും ബുസ്കറ്റ്സിൻ്റെ കളിയിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്ന പിന്നെ മറ്റുള്ള കളികളിലേക്ക്, അതായത് മറ്റുള്ള താരങ്ങളുടെ കാലിലേക്ക് പന്തെത്തുന്നത് നമുക്ക് അത്രമേൽ വാച്ച് ചെയ്യാൻ നേരം കിട്ടൂല. കാരണം അത്രക്കും ടോപ്പായിട്ടാണ് സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറയുന്ന താരം പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു മത്സരത്തിൽ ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമുള്ള താരങ്ങളെ അത് ഹെഡ് ചെയ്ത് അല്ലെങ്കിൽ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഇറക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ പന്തിനെ രാജകീയമായിട്ട് വളരെ മൃദുലമായിട്ട് തലോടിക്കൊണ്ട് ആ രണ്ട് പ്ലെയറെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നത്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്നറിയോ? സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം ലിയണൽ മെസ്സി ബാർസലോണയിൽ കളിക്കുന്ന കാലത്ത് ഇവർ രണ്ടുപേരും ബാർസലോണയിലെ സഹകളിക്കാരായി കളിക്കുന്ന കാലഘട്ടത്തിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാച്ചൊക്കെ നടക്കുമ്പോൾ, ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇരു ടീമുകൾ തമ്മിൽ മാച്ച് നടക്കുമ്പോൾ അപ്പോൾ ലിയണൽ മെസ്സി തിരഞ്ഞെടുക്കൽ സെർജിയോ ബുസ്കറ്റ്സിൻ്റെ ആ ഒരു ടീമായിരിക്കും എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ലോക ഫുട്ബോളിൽ വളരെ വലിയ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറെ പേര് പറയാൻ പറഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ, അത് സെർജിയോ ബുസ്കറ്റ്സ് ആണ്. ആ മെലിഞ്ഞുടങ്ങിയ ശരീരവുമായിട്ട് നല്ല നീണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ, അത്ര ഫിസിക്കില്ല, അത്ര ഫാസ്റ്റ് ഇല്ല, അത്ര വലിയ രീതിയിൽ അഹങ്കാരം നടിച്ച് കളിക്കാറില്ല, വലിയ രീതിയിൽ തർക്കത്തിന് ഏർപ്പെടാറില്ല, വലിയ രീതിയിൽ അലങ്കോലമാക്കാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതായത് ഫുട്ബോളിൽ പന്ത് തട്ടിക്കണോ നമ്മൾ നോക്കും. നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ബുസ്കറ്റ്സ് കളിക്കുന്ന സ്പെയിൻ്റെയോ ബാർസലോണയുടെയോ അല്ല ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇന്റർ മിയാമിയുടെ കളി പോലും എടുത്ത് നോക്കിയാൽ റൈറ്റിംഗ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുക ബുസ്കറ്റ്സ് ഒക്കെ കളിച്ചിരുന്നില്ല എന്നുള്ളത്. പണ്ടൊക്കെ ബാർസൻ്റെ കളി കാണുമ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് ഫുട്ബോൾ അറിവ് എന്ന് പറയേണ്ടതൊക്കെ വളരെ കമ്മിയായിരിക്കും. അന്ന് ഞാൻ വിചാരിച്ചൊരു സംഭവം ബുസ്കറ്റ്സിനൊക്കെ മാറ്റിയിട്ട് വേറെ വല്ല കളിക്കാരൊക്കെ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും. പക്ഷേ പിന്നീട് ബാർസലോണയുടെ ഓരോ കളികൾ കാണുമ്പോഴും സെർജിയോ ബുസ്കറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴും ബുസ്കറ്റ്സ് ഇല്ലാത്തൊരു ബാർസലോണ ചിന്തിക്കാൻ പോലും പറ്റൂല എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ ആരാധകർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനാവാനാണ് സാധ്യത. കാരണം നിങ്ങൾ എവിടെയും കണ്ടുക്കണോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫുട്ബോളിൽ വല്ല കാര്യങ്ങളും ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ വല്ല തർക്കത്തിലോ വിവാദത്തിലൊക്കെ ഏർപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രക്കും നീറ്റായിട്ടുള്ളൊരു കളിക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ്, ആ ഒരു ഫിസിക്ക് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു ഫുട്ബോളർക്ക് വേണ്ട ഫിസിക്കല്ല ഉള്ളത്, ഒരിക്കലും ഒരു ഫുട്ബോളർക്ക് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് അല്ല ഉള്ളത്. പക്ഷേ ആ തല വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്, ആ തലച്ചോറ് മൈതാനത്ത് പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്ന കളി കാലുകൾ കൊണ്ട് മാത്രം കളിക്കാനുള്ള കളിയല്ല, അത് തലച്ചോറ് കൊണ്ടുകൂടെ നീക്കാനുള്ള കളിയാണെന്ന് പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ് സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ആരെ കുറ്റം പറഞ്ഞാലും ഫുട്ബോളിൽ ആരെ വിമർശിക്കപ്പെട്ടാലും ബുസ്കറ്റ്സിനൊന്നും വിമർശിക്കരുതെന്ന് ഞാൻ പറയാം. കാരണം അദ്ദേഹം ഇത്രയും കാലം ഫുട്ബോളിൽ തൻ്റെ കരിയറിൽ ഒരുപാട് ബിൽഡപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ലബിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ശരീരം വെച്ചിട്ടൊരു മനുഷ്യന് ഒരു ക്ലബിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ, അപ്പോൾ ബാർസലോണയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ബുസ്കറ്റ്സിനെ മാറ്റി നിർത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രയത്നിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ആത്മവിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ ആ ഒരു മൈൻഡ് ഗെയിമിംഗ് ഒന്ന് ആലോചിച്ച് നോക്കുക. വിമർശിക്കാൻ പറ്റാത്ത, കുറ്റം പറയാൻ പറ്റാത്തൊരു കളിക്കാരനാണ് സെർജിയോ ബുസ്കറ്റ്സ് എന്നുള്ളത്. കളിക്കകത്തും കളിയുടെ പുറത്തും വളരെ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ പറയാലോ, എത്ര ആൾക്കാർക്കാണ് ബുസ്കറ്റ്സ് എന്ന് പറയേണ്ട ആ മനുഷ്യനെ ഇഷ്ടമുള്ളത്? ജസ്റ്റ് ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താണ്.